ഹായ് എവരി വൺ 24th ജനുവരിയിലെ ഷിഫ്റ്റ് 2-ലെ 23rd ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻ. എ ക്രോമിയം കോംപ്ലക്സ് വിത്ത് എ ഫോർമുല CrCl3 6H2O. CrCl3 6H2O ഇതാണ് നമ്മുടെ കോംപ്ലക്സ്. സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ ഓഫ് 3.87 ബോർ മാഗ്നറ്റോൺ. മക്കളെ 3.87 ബോർ മാഗ്നറ്റോൺ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് 3 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെന്നാണ്. സോ 3.87 ബോർ മാഗ്നറ്റോൺ, അതിൽ നമ്മൾ മനസ്സിലാക്കണം നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഈക്വൽസ് 3. സോ ഐ ക്യാൻ റൈറ്റ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 3. അങ്ങനെ ക്രോമിയത്തിന് 3 അൺപെയ്ഡ് ഇലക്ട്രോൺ വരണമെങ്കിൽ ക്രോമിയം തീർച്ചയായിട്ടും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കണം ആൻഡ് ഇറ്റ് വിൽ ബി D3 കോൺഫിഗറേഷൻ ആയിരിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോംപ്ലക്സ് നോക്കുമ്പോൾ D3 തന്നെയാണ്. ഓക്കെ, ഇനി ആൻഡ് സൊല്യൂഷൻ കണ്ടക്ടിവിറ്റി കറസ്പോണ്ട്സ് ടു 1:2. 1:2 എന്ന് പറഞ്ഞാൽ കാറ്റോണിക് പാർട്ട് 1ഉം ആനോണിക് പാർട്ട് 2 അയോൺസും ഉണ്ടെന്നാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കോമ്പൗണ്ടിൻ്റെ കോമ്പോസിഷൻ പ്രോപ്പറായിട്ട് ഇത് ഇങ്ങനെ തന്നെ എഴുതാം. Cr H2O 5 ടൈംസ് മാത്രമേ ഉള്ളിലുള്ളൂ, പിന്നെ ഒരു Cl കൂടെ. സോ ഔട്ട്സൈഡ് യവർ 2Cl ഡോട്ട് H2O. മക്കളെ, ഇയാളെ നിങ്ങൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു കാറ്റയോണും 2 ആനോണും കിട്ടും. അതാണ് 1:2 ഇലക്ട്രോലൈറ്റ്. അപ്പം ഇയാളെ നിങ്ങൾ സിൽവർ ക്ലോറൈഡുമായി സിൽവർ നൈട്രേറ്റുമായി ട്രീറ്റ് ചെയ്താൽ ഇതിൽ നിന്ന് നമുക്ക് 2 AgCl കിട്ടുക. സോ ഐ ജസ്റ്റ് റൈറ്റ് ദെയർ ഹൗ മെനി AgCl. ഇയാൾ 1 മോൾ ആണെന്ന് വിചാരിക്കുക. 1 മോൾ ഈ വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 2 മോള് AgCl കിട്ടും എന്ന് നമ്മളിനി വേറെ പോയി പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന CrH2O5 Cl2 2H2 അയാളുടെ മോളിക്കുലർ മാസ് കാണുക, അല്ലേ? ഈ ചങ്ങാതിയുടെ മോളിക്കുലർ മാസ് കാണുക. ക്രോമിയത്തിൻ്റെ മോളിക്കുലർ മാസ് 52. ഓക്കെ, അപ്പോൾ അവിടെ 52 പ്ലസ് Cl3 3 അപ്പോൾ അത് 106. Cl3 3 പേരാണ്, അപ്പോൾ 106.5 പ്ലസ് അടുത്തത് 6H2O. നോക്കൂ, 5H2 ആണെങ്കിൽ 90, 6H2 ആണെങ്കിൽ 108. അപ്പോൾ 108ഉം 52ഉം 160, 160യും 100ഉം 260, 266.5. അപ്പോൾ ഇയാളുടെ മാസ് 266.5. അപ്പോൾ മക്കളെ എല്ലാവരും നോക്കുക, ഇയാൾ 1 മോൾ ആണെങ്കിൽ 266.5 ഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് AgCl 2 മോൾ ആയിരിക്കും. 2 മോൾ എന്ന് പറഞ്ഞാൽ 143.5 × 2 എന്ന് പറയുമ്പോൾ 143.5 2 പ്രാവശ്യം. സോ ഇറ്റ് വിൽ ബി 7, ഇറ്റ് വിൽ ബി 8, 287 ഗ്രാം കിട്ടണം. എത്ര ഗ്രാം കിട്ടണം? അപ്പോൾ 2666 ഗ്രാം ആണെങ്കിൽ 287 ഗ്രാം കിട്ടണം. പക്ഷെ നമ്മളിവിടെ 275 ഗ്രാം എടുത്തു. അപ്പോൾ ഇയാൾ 275 എടുത്താൽ തീർച്ചയായിട്ടും ഇയാൾ കുറച്ചും കൂടെ കൂടുതൽ വരണം, ലൈക്ക് 300 ഗ്രാമിൻ്റെ അടുത്ത് വരണം. അങ്ങനെയാണെങ്കിൽ ഇയാൾ 2.75 എടുത്താൽ ഇയാൾ 3 ഗ്രാം അല്ലേ വരികയുള്ളൂ. സോ യുവർ ആൻസർ ഈസ് 3 ഗ്രാം. അല്ലാതെ നമ്മൾ വേറെ വലിയ കാൽക്കുലേഷൻ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം ഇല്ല. സോ യുവർ ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈസ് 3. താങ്ക് യു.